ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മെയ് 20-ാം തീയതി നമുക്ക് വണക്കമാസം വായിക്കാം. ദൈവമാതാവ് അനുഭവിച്ച വ്യാകുലത. ഒന്നാമത്, കന്യകാമറിയം അനുഭവിച്ച വ്യാകുലത എത്രമാത്രമെന്നും, രണ്ടാമത് അതിൻ്റെ കാരണം എന്തെന്നും, മൂന്നാമത് ഏതു പ്രകാരം അനുഭവിച്ചു എന്നും ആലോചിക്കണം. ആദ്യം, ഈശോ മിശിഹ തന്നെ ബലിയായി തൻ്റെ ദിവ്യപിതാവിന് സമർപ്പിക്കാനുള്ള കാലമായപ്പോൾ മാതാവായ മറിയത്തിൻ്റെ അടുക്കൽ ചെന്ന് അനുവാദം വാങ്ങി പുറപ്പെട്ടു. ക്രൂരന്മാരായ യൂതന്മാർ ഈശോയെ കൊല്ലുമെന്ന് വിചാരിച്ച് തൻ്റെ പുത്രനെ ഒന്നുകൂടി കാണുന്നതിനായിട്ട് ചെന്നപ്പോൾ മറിയം കണ്ട കാഴ്ച എത്ര മർമ്മഭേദകമായിരുന്നു. നിർമ്മലനായ കുമാരൻ കൊലപാതകനെപ്പോലെ കെട്ടപ്പെട്ട് ഓർസര നഗരിയിലെ തെരുവീതിയിൽ കൂടെ നയിക്കപ്പെടുന്നു. തിരുശരീരം അടിയേറ്റ് മുഴുവൻ രക്തമയമായിരിക്കുന്നു. പീലാത്തോസിൻ്റെ അന്യായമായ വിധിപ്രകാരം സ്ലീവ ചുമന്നുകൊണ്ട് ഗാഗുൽത്താ മലയിലേക്ക് പോകുന്നു. സ്ലീവായുടെ ഭാരം താങ്ങുവാൻ ശക്തിയില്ലാതെ തളർന്ന് നിലത്ത് വീഴുന്നു. ഗാഗുൽത്താ മലയിൽ ചെന്ന ശേഷം 2 കള്ളന്മാരുടെ നടുവിൽ സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് 3 മണി നേരം അതിൽ തൂങ്ങിക്കിടന്ന് പാപികൾക്ക് വേണ്ടി കഠിന മരണം പ്രാപിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൈവമാതാവ് അനുഭവിച്ച വ്യാകുലത വേദസാക്ഷികളെല്ലാവരും അനുഭവിച്ച കഠിന വേദനകളെക്കാളും ഏറ്റവും അധികമായിരുന്നു. ഈ വ്യാകുലതയ്ക്ക് കാരണം മനുഷ്യരുടെ പാപമാകയാൽ പാപത്തെപ്പറ്റി യഥാർത്ഥമായ മനസ്താപം നിങ്ങളുടെ മനസ്സിൽ ജനിപ്പിക്കണമെന്ന് വ്യാകുല മാതാവിനോട് പ്രാർത്ഥിക്കണം. രണ്ടാമത്, ദൈവമാതാവ് ഇത്രയധികം വ്യാകുലത അനുഭവിച്ചതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, കഷ്ടതയിൽ തൻ്റെ കുമാരനോട് തുല്യപ്പെടുക. രണ്ടാമത്, സ്വർഗത്തിൽ അധിക ഭാഗ്യം സിദ്ധിക്കുക. മൂന്നാമത്, ഈ മാതാവിനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് നേരിടുന്ന ദുഃഖാനർത്ഥങ്ങളെ ക്ഷമയോടുകൂടെ സഹിക്കുക. ഇവ മൂന്നുമാണ് മുഖ്യ കാരണങ്ങൾ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച നാൾ മുതൽ മരണപര്യന്തം അല്പപാപം പോലും ചെയ്തിട്ടില്ലാത്ത ദൈവമാതാവ് വ്യാകുല സമുദ്രത്തിൽ മുഴുകിയിരിക്കയിൽ നീചപാപികളായ മനുഷ്യർ ഏതെങ്കിലും സങ്കടം വരുമ്പോൾ ആവലാതിപ്പെടുന്നത് എന്തിന്? നിങ്ങളുടെ സ്ലീവായും ചുമന്നുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക എന്നല്ലേ മിശിഹ അരുളി ചെയ്തിരിക്കുന്നത്? തങ്ങളുടെ സ്ലീവായായ ദുഃഖാനർത്ഥങ്ങൾ മുതലായ ഞെരുക്കങ്ങളെ ക്ഷമ കൂടാതെ അനുഭവിക്കുന്നവർ മോക്ഷം പ്രാപിക്കാതെ നരകത്തിൽ വീഴുമെന്ന് നിശ്ചയിച്ച് ക്ഷമ എന്ന പുണ്യം തരുന്നതിന് വ്യാകുല മാതാവിനോട് പ്രാർത്ഥിക്കുവിൻ. മൂന്നാമത്, സ്ലീവായ്ക്ക് അടുത്ത് നിന്നുകൊണ്ട് മറിയം പ്രദർശിപ്പിച്ച സന്മാതൃക എത്ര വിസ്മയനീയമായിരിക്കുന്നു. വേദസാക്ഷികളുടെ രാജ്ഞിയായ മറിയം സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരണപീഡ അനുഭവിക്കുന്ന ഈശോയുടെ സമീപം നിൽക്കുമ്പോൾ തൻ്റെ പുത്രൻ നിഷ്കളങ്കനെന്നും പീലാത്തോസിൻ്റെ വിധി അന്യായമെന്നും യൂതന്മാർ വലിയ പാതകം നടത്തുന്നു എന്നും ഉറപ്പായി അറിഞ്ഞിരുന്നു. എന്നാൽ ഇവയെപ്പറ്റി ആവലാതിപ്പെടാതെ ദൈവേഷ്ടത്തിന് കീഴ്വഴങ്ങി പ്രാണനേക്കാളധികം സ്നേഹിച്ചിരുന്ന കുമാരനെ മനുഷ്യരക്ഷയ്ക്കായി ദൈവനീതിക്ക് ബലി കഴിക്കുകയാണ് ചെയ്തത്. ആ സമയം മറിയം അനുഭവിച്ച വ്യാകുലതയെ ലോകത്തിലുള്ള ഓരോ മനുഷ്യനും സർവേശ്വരൻ വീതിച്ചു കൊടുക്കുന്നതിന് തിരുമനസ്സായാൽ എല്ലാവരും മരിക്കുന്നതിനും അത് മതിയാകുമെന്ന് വേദപാരംഗതന്മാർ പറയുന്നു. അതുകൊണ്ട് നമുക്ക് വേണ്ടി ഇപ്രകാരമുള്ള വ്യാകുലത അതിശയകരമായ ക്ഷമയോടുകൂടെ സഹിക്കുകയും നമ്മോടുള്ള സ്നേഹത്താൽ നമുക്ക് വേണ്ടി തൻ്റെ തിരുക്കുമാരനെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത ദൈവമാതാവിനെ പാപമൂലം മേലാലെങ്കിലും ദുഃഖിപ്പിക്കാതെ പുണ്യാനുഷ്ഠാനം വഴിയായി ആ മാതാവിൻ്റെ ഉത്തമ പുത്രരായി നടപ്പാൻ ശ്രമിക്കണം. ദൃഷ്ടാന്തം: വിധവയായിരുന്ന ഒരു പ്രഭുവിയുടെ സന്താന സമ്പത്ത് ഒരു പുത്രൻ മാത്രമായിരുന്നു. ഇവനെ ഒരു ദുഷ്ടൻ ഏതോ കാരണത്താൽ കൊല്ലുകയുണ്ടായി. ഘാതകൻ പിടികൊടുക്കാതിരിക്കുന്നതിന് ഉടൻ തന്നെ ഒരു ഗൃഹത്തിൽ കയറി ഒളിച്ചു. എന്നാൽ ആ വീട് മേൽപ്പറഞ്ഞ വിധവയുടേതായിരുന്നു. പുത്രൻ്റെ മരണവാർത്ത പ്രഭുവും അറിഞ്ഞിരുന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ കൊല്ലപ്പെട്ട മകനെ പ്രഭുയുടെ അടുക്കൽ കൊണ്ടുവന്നു. അതുകണ്ട് അവർണ്ണനീയമായ സങ്കടം അനുഭവിക്കലാണ് ഘാതകൻ തൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലായത്. ഇവനെ ഉടനെ പോലീസിൽ ഏൽപ്പിക്കണമെന്നുള്ള വിചാരം ആദ്യമേ ഉണ്ടായി.
എന്നാൽ ദൈവമാതാവ് തൻ്റെ വത്സലകുമാരനെ കൊന്നവർക്ക് പൊറുതി കൊടുത്തതും ശ്ലീവായുടെ അടുക്കൽ നിന്നപ്പോൾ മാതാവ് അനുഭവിച്ച ദുസ്സഹമായ വ്യാകുലതയും നിരൂപിച്ച് വ്യാകുലമാതാവിനെക്കുറിച്ച് ആ ദുഷ്ടനോട് ക്ഷമിച്ചതുകൂടാതെ അവന് കുറേ പണവും വസ്ത്രവും ഒളിച്ചോടിപ്പോകുന്നതിനൊരു കുതിരയും കൊടുത്ത് അവനെ യാത്രയാക്കി. ഈ സംഭവം നടന്ന ദിവസം രാത്രിയിൽ തന്നെ മരിച്ച തൻ്റെ മകൻ സ്വപ്നത്തിൽ പ്രഭിക്ക് പ്രത്യക്ഷനായി. ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ ഏറിയ വർഷം കിടപ്പാൻ വിധിക്കപ്പെട്ടു. എന്നാൽ അമ്മ വ്യാകുലമാതാവിനെക്കുറിച്ച് ആ ദുഷ്ടനോട് ക്ഷമിച്ച് അവന് ഉപകാരം ചെയ്തതുകൊണ്ട് ദൈവമാതാവ് ഇന്ന് തന്നെ എന്നെ രക്ഷിച്ച് മോക്ഷത്തിൽ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് മറഞ്ഞുപോയി. ക്രിസ്ത്യാനികളെ, നിങ്ങൾ കൃപാസമുദ്രമായ ദൈവമാതാവിൻ്റെ വ്യാകുലതകളെപ്പറ്റി ധ്യാനിച്ച് മനസ്സലിഞ്ഞ് നിങ്ങളുടെ പാപം ഹേതുവാൽ ആ മാതാവിന് സങ്കടം വരുത്താതിരിപ്പാൻ ശ്രമിക്കിൻ. ജപം. വ്യാകുലമാതാവേ, മരണസമയത്ത് ഈശോ യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ നിൻ്റെ മകൻ എന്ന് അങ്ങയോട് കൽപ്പിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ എല്ലാവരെയും അങ്ങേക്ക് മക്കളായിട്ട് കയ്യേൽപ്പിച്ചു എന്നത് സത്യമാകയാൽ അങ്ങ് എനിക്കും മാതാവായിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതുവരെയും ഞാൻ അങ്ങേ യോഗ്യപുത്രനായി നടക്കാതെ അങ്ങയെ സങ്കടപ്പെടുത്തിയത് സത്യം തന്നെ. ഇനിയെങ്കിലും പിശാചിൻ്റെ തന്ത്രത്തിൽ അകപ്പെടാതെ ഇരിപ്പാൻ എന്നെ കാത്തു സൂക്ഷിച്ച് മോക്ഷരാജ്യത്തിൽ കൂട്ടിക്കൊണ്ട് പോകണമേ. ശുദ്ധ ബെർണർദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിൻ്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിൻ്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. ഈശോ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപിയുള്ള സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അരിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. 3 പ്രാവശ്യം ഈ പ്രാർത്ഥന. 3 സ്വർഗസ്ഥനായ പിതാവേ, 3 നന്മ നിറഞ്ഞ മറിയമേ, 3 തൃത്വസ്തുതി ചൊല്ലാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ലുത്തിനിയ പൂർണ്ണമായും നമുക്ക് ചൊല്ലാം. രാജകന്യകെ എന്ന ജപം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. രാജകന്യകെ, മനോഗുണത്തിൻ്റെ അമ്മയെ, നിനക്ക് സ്വസ്തി. ഞങ്ങളുടെ ആയുസ്സും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമേ, നിനക്ക് സ്വസ്തി. അലസിഭാഗപ്പെട്ട് നടക്കുന്ന ഹാവായുടെ മക്കളായ ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, കരയുന്നു. ഈ സ്ഥലത്തിൽ നിന്ന് ഉഴന്നു കരഞ്ഞുകൊണ്ട് നിൻ്റെ പക്കൽ നെടുവീർപ്പിടുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മേ, മനോഗുണമുള്ള നിൻ്റെ ശുദ്ധ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ വിരവിൽ തിരിഞ്ഞു നോക്കണമേ. വിശേഷിച്ച് ഈ അലസിഭാഗം കടന്നതിൻ്റെ ശേഷം ശുദ്ധമായ നിൻ്റെ വയറ്റിൻ്റെ വാഴ്ത്തപ്പെട്ട മായ ഈശോയെ ഞങ്ങൾക്ക് കാട്ടണമേ. അയ്യോ, കനിവും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമാകുന്ന നീ എപ്പോഴും കന്യാസ്ത്രീ മറിയമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. ഓരോ അപേക്ഷയ്ക്കും ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലാം. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, ജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, നിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ സുഹൃതജപം. ദയയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇന്നത്തെ സൽക്രിയ. ദൈവമാതാവിനെക്കുറിച്ച് ഒരു പൂജ ചെയ്യിക്കണം, അല്ലെങ്കിൽ കാണണം. വാഴ്ക 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 വാഴ്ക. അശരണർക്കെന്നുമാലംബം, രോഗികൾക്കെന്നുമാശ്വാസം, സർവാംഗസുന്ദരിയാമമ്മ വാഴ്ക 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 വാഴ്ക.